ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? മിനിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ ഇന്ന് ഇടിയപ്പത്തിന്റെ റെസിപ്പിയാ ചെയ്യാൻ പോകുന്നേ. അപ്പം ആ ഇടിയപ്പം ഉണ്ടാക്കണമെങ്കിൽ അതൊന്ന് കുഴച്ചെടുക്കണം. ആ വെള്ളമൊക്കെ പരുവമായിരിക്കണം. ചൂടുവെള്ളത്തിലാണ് നമ്മൾ പൊടി കുഴച്ചെടുക്കേണ്ടത്. അതുപോലെ പീച്ചി എടുക്കാനൊക്കെ പാടായതുകൊണ്ട് എല്ലാവർക്കും ഇടിയപ്പം ഉണ്ടാക്കാൻ ഒരു മടിയൊക്കെ വരുവേ. ഇന്ന് ഞാന് പൊടി കുഴക്കണ്ട, പീച്ചി എടുക്കണ്ട, അങ്ങനത്തെ രീതിയിലുള്ള ഇടിയപ്പമാണ് കാണിക്കാൻ പോകുന്നത്. അതും റാഗി വെച്ചുള്ള. നിങ്ങൾക്ക് കാണണ്ടേ? വാ. ഇങ്ങനെ പായ്ക്കറ്റ് റാഗി ബർമീസല്ലി നമുക്ക് വാങ്ങാൻ കിട്ടുമേ. അത് ഇന്ന ബ്രാൻഡിന്റെ ഒന്നുമില്ല, അത് ഏത് ബ്രാൻഡ് ആണെങ്കിലും കുഴപ്പമില്ല. ഇത് 200 ഗ്രാം ഉണ്ട് ഒരു പായ്ക്കറ്റില്. നമുക്ക് നോക്കാം ഇത് വെച്ച് എത്ര ഇടിയപ്പം ചെയ്യാൻ പറ്റുമെന്ന്. ഈ പായ്ക്കറ്റ് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം വേണം. ആ തണുത്ത വെള്ളത്തില് ഒരു 2 മിനിറ്റ് മതി. ഇത് ഒരു ഇച്ചിരി ഉപ്പും കൂടി, ഇതിന് ചേരുന്ന ഒരു ഉപ്പും. അപ്പൊ ഇത് കുറച്ചല്ല ഉള്ളു. 200 ഗ്രാമിന് ഞാനിപ്പോ ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് ഇടുന്നുള്ളു. ഇതിലേക്ക് ഈ വെർമിസെല്ലി ഒന്ന് മുങ്ങിയിരിക്കണം. നമുക്കൊന്ന് കൈവച്ചൊന്ന് താത്തു കൊടുക്കാം വെള്ളത്തിലോട്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുതിരണം. ഇതൊരു 2 മിനിറ്റ് ഇരുന്നാ മതി. ഇങ്ങനെ നമുക്കിങ്ങനെ ഒന്ന് ഇച്ചിരി വെള്ളമൊക്കെ എന്നിട്ട് ഇത് ഇനിയും പിഴിഞ്ഞെടുക്കണം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. 2 മിനിറ്റ് ആയി. ഇതൊന്ന് നെകക്ക വെള്ളം ഒഴിച്ചേക്ക് നിങ്ങളെ. അപ്പം നമ്മൾ ഇങ്ങനെ ഇച്ചിരി വെള്ളം ഇതിലിരുന്നാലും ഓക്കെയാണ്. അതങ്ങ് തോർന്ന് പൊക്കോളും. ഇങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് പിഴിഞ്ഞെടുത്ത് വെക്കാമേ. എത്ര വേഗം വന്ന് നോക്കിയേ ഇത്. ഇപ്പം നമ്മൾ മാവ് കുഴയ്ക്കുന്ന സമയമൊന്നും വേണ്ടായല്ലോ. ഇതൊന്നും ഇങ്ങനെ നമ്മളൊന്ന് പിഴിഞ്ഞെടുത്ത് ഇങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് വെച്ചു. ഇപ്പം നമ്മൾ ഇനിയും ഇത് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, തിരുമിയ തേങ്ങ. ഇത് തേങ്ങയൊക്കെ ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഷുഗർ ചേർക്കുന്നുണ്ട്. കാര്യം ഇത് കറി കൂട്ടിയല്ല. കറി കൂട്ടിയാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഷുഗർ ഒന്നും ചേർക്കണ്ട. ഞാനിത് ബ്രൗൺ ഷുഗർ ആണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും മധുരത്തിന്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുന്നു. എനിക്ക് ഏലക്കാപ്പൊടിയും ജീരകത്തിന്റെ പൊടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. എല്ലാ തേങ്ങയിൽ ആ ജീരകത്തിന്റെ പൊടിയും ഏലക്കാപ്പയുടെ ഒക്കെ ആ ടേസ്റ്റ് വരുമ്പോ നല്ല രുചിയാണല്ലോ. അത് നമ്മളിപ്പോ അരിപ്പൊടി കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കിയാലും ഇങ്ങനൊക്കെ തന്നെയാണല്ലോ ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് വാഴയില ഉണ്ടെങ്കിൽ വാഴയിലയിലോട്ട് ഇത് ചെയ്ത് വെക്കാം. എന്റെ അടുത്ത് വാഴയില ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം ഇഡലി ഉണ്ടാക്കുന്ന തട്ടാണ് ഇത്. ഇതിനകത്തേക്ക് ഒരു ഇച്ചിരി എണ്ണ തൂത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്തേക്ക് നമുക്ക് ഇഷ്ടത്തിന് തേങ്ങയൊക്കെ ഇടുന്നത്. തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വാരി വെതറിയിട്ടും തേങ്ങയൊക്കെ നല്ലതായിട്ട് ചേർക്കുമ്പോ നല്ല ടേസ്റ്റ് ആണല്ലോ. ഇനി എന്നിട്ട് ഇതിന്റെ ഒരു ഷേപ്പ് പോലെ നമ്മളിങ്ങനെ ഒരു ഇടിയപ്പത്തിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് പോലെ ഇതിലേക്ക് ചെയ്ത് വെക്കുക. തേങ്ങയുടെ അളവ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഇഷ്ടത്തിന്. എല്ലാ തട്ടും ഇങ്ങനൊരു ഷേപ്പില് ആക്കി കൊടുക്കുക. ഇങ്ങനെ അടിച്ച് എന്ത് വേഗമാകുന്ന മക്കളെയൊക്കെ സ്കൂളിൽ വിടാൻ നേരം രാവിലെ കിടന്ന് ഓടി പിടിപിടുത്ത് ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ പോകണ്ട. ഇങ്ങനെ ഇതാകുമ്പോ റാഗി കൊണ്ടുള്ളതുമാ, അപ്പൊ ഹെൽത്തി ആയിട്ടുള്ളതുമാ. എല്ലാവർക്കും അപ്പം വളരെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാ കേട്ടോ. എനിക്കിത് ഇവിടെ ഒരു ഏഷ്യൻ കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണേ. നാട്ടിലൊക്കെ എല്ലാ കടകളിലും കിട്ടും. ഇപ്പൊ വെളിയിലുള്ളവർക്കൊക്കെ, കേരളത്തിന് വെളിയിലുള്ളവർക്കും ഏഷ്യൻ കടകളിൽ ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ എനിക്ക് ഒരു കടയിൽ നിന്ന് കിട്ടിയതായത്. അപ്പം ഇത് എനിക്ക് അമ്മയാണ് പറഞ്ഞു തന്നത്. എന്റെ അമ്മയാ പറഞ്ഞു തന്നത്. ഇതിങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാം, ഇത് വെച്ച് ഇപ്പം ഇടിയപ്പം ഉണ്ടാക്കാം. ഇനി ഇത് നനച്ചെടുത്തിട്ട് നമ്മള് പുട്ടുകുറ്റിയിലിട്ട് ഉണ്ടാക്കിയ പുട്ടിന്റെ ഷേപ്പിലും വരും. അപ്പം റെഡിയായി ഒരു തട്ട് ഇടിയപ്പം. ഇനി ഞാൻ സ്റ്റീമറിൽ വെച്ച് പുഴുങ്ങിയെടുക്കും. ഞാൻ സ്റ്റീമറിലേക്ക് വെച്ചിട്ടുണ്ട് ഇത്. അപ്പം ഇനി നമുക്ക് അടപ്പടച്ച് ഇത് പുഴുങ്ങിയെടുക്കാം. 2 മിനിറ്റ് ആയി. ഇതൊന്ന് നെകക്ക വെള്ളം ഒഴിച്ചേക്ക് നിങ്ങളെ. അപ്പം നമ്മൾ ഇങ്ങനെ ഇച്ചിരി വെള്ളം ഇതിലിരുന്നാലും ഓക്കെയാണ്. അതങ്ങ് തോർന്ന് പൊക്കോളും. ഇങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് പിഴിഞ്ഞെടുത്ത് വെക്കാമേ.
വേഗം വന്ന് നോക്കിയേ. ഇത് ഇപ്പം നമ്മൾ മാവ് കുഴയ്ക്കുന്ന സമയമൊന്നും വേണ്ടായല്ലോ. ഇതൊന്നും ഇങ്ങനെ നമ്മളൊന്ന് പിഴിഞ്ഞെടുത്ത് ഇങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് വെച്ചു. കണ്ടോ, ഇപ്പം ഇതൊരു കളർ ചേഞ്ച് ആയിട്ട് തോന്നിയേക്കുന്ന ഞാൻ ബ്രൗൺ ഷുഗർ ചേർത്തോണ്ടാ. നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ ചേർക്കുമ്പോൾ നല്ല വെളുത്ത് തന്നെ ഇരിക്കുവേ. ഇത് ബ്രൗൺ ഷുഗർ ആകുമ്പോൾ എല്ലാ ഷുഗറും ഹെൽത്തി അല്ല, എന്നാലും ബ്രൗൺ ഷുഗർ ആണല്ലോ ഭേദം. അതുകൊണ്ട് ഇപ്പം കണ്ടോ, നിങ്ങൾക്ക് ആരെങ്കിലും വിരുന്നുകാർ വന്നാലും അല്ലെങ്കിൽ ഇപ്പം വീട്ടിലേക്ക് കഴിക്കാൻ ഉണ്ടാക്കിയാലും എന്ത് എളുപ്പമാണ് ഇത്. 2 മിനിറ്റ് കൊണ്ട് മൊത്തത്തിൽ ഒരു 5 മിനിറ്റ് എടുത്തപ്പോഴത്തേക്ക് ഇടിയപ്പം റെഡിയായി. ഇനി ഇതൊന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. നിങ്ങക്ക് കാണാമല്ലോ നല്ല ഇടിയപ്പം. ഇതാണ് റാഗി വെർമിസെല്ലി ഇടിയപ്പം. അടിപൊളി. ഞൊടി ഇടയിൽ പൊടി കുഴയ്ക്കണ്ട, പീച്ച് എടുക്കണ്ട. എത്ര വേഗത്തിലാണ് ഇത് റെഡിയായത്. അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കട്ടെ. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റ്. അതിനകത്ത് ഏലക്കാപ്പൊടിയുടെയും ജീരകപ്പൊടിയും ഒക്കെ തേങ്ങായി മിക്സ് ചെയ്തപ്പോ അതിന്റെയും കൂടെ ഒരു ഫ്ലേവർ. ഇപ്പൊ നിങ്ങൾക്ക് കറി കൂട്ടിയാണ് കഴിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഷുഗർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, തേങ്ങ മാത്രം ഇട്ടാൽ മതിയേ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഫലപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ ഏഷ്യൻ കടകളിലും ഈ സാധനം വാങ്ങാൻ കിട്ടും. പല ബ്രാൻഡിലായിരിക്കും ഉള്ളത്, ഇന്ന ബ്രാൻഡൊന്നില്ല. നിങ്ങൾക്ക് എത്ര വേഗം, അതും റാഗി ആണല്ലോ, അതൊരു ഹെൽത്തി ആണല്ലോ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ, സ്റ്റേ സേഫ്, താങ്ക് യു ഓൾ, ബൈ.